ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ച വീഡിയോ ഒന്നും ചെയ്തില്ല. ചെയ്യാൻ ഞാൻ ചില കാരണങ്ങളുണ്ട്, ചില വ്യക്തിപരമായ കാരണങ്ങളും അല്ലാത്തുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും എന്താ ഇപ്പം തന്നെ ട്രക്ക് ഡ്രൈവർ ആവാൻ പലരും നാട്ടിൽ നിന്ന് വിളിക്കുന്നു. എനിക്ക് കുവൈറ്റ് ലൈസൻസ് ഉണ്ട്, ഒമാൻ ലൈസൻസ് ഉണ്ട്, ഗൾഫിൽ ലൈസൻസ് ഉണ്ട്, ഖത്തർ, UAE അത് ഇതെന്നൊക്കെ പറയും. ഈ ട്രക്ക് ഡ്രൈവറുടെ പണി അറിഞ്ഞൂടാത്തവർ വരെ നമ്മളെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവറുടെ ഒക്കെ പണിയിലെ ഒരു അപകടം നമ്മൾ പറഞ്ഞ് വേറെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇന്ന് രാവിലെ ഞാൻ കാലത്തെ എടുത്തപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല, ബാറ്ററി ഡൗൺ. അപ്പോൾ ഞാൻ കമ്പനിയിലെ സ്പെയർ ബാറ്ററി നോക്കി, ഇല്ല, അതും ചാർജ് ഇല്ല. അത് കഴിഞ്ഞ് കമ്പനി വിളിച്ച് പറഞ്ഞ് അവർ 6:45 മെക്കാനിക്ക് വന്ന് വേറൊരു വണ്ടി എടുത്തിട്ട് അകത്തുനിന്ന് കേബിൾ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നു. ഞാൻ ആ വണ്ടി ഓടിച്ച് വന്നൊരു 198 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഓടിച്ച് വന്നത് 198 കിലോമീറ്റർ ഓടിച്ച് വന്ന് ഇറക്കേണ്ട കമ്പനിയുടെ മുമ്പിൽ എത്തി. ഗേറ്റ് പാസും അടിച്ച് നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇറക്കേണ്ട കമ്പനിയുടെ ഗേറ്റിൻ്റെ മുന്നിലാണ് ഞാൻ ഈ കിടക്കുന്നത്. ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റി കാണിക്കാം. അപ്പോൾ പിന്നെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വണ്ടി ഞാൻ താക്കോലിട്ട് അങ്ങോട്ട് അടിച്ചപ്പോൾ ടപ്പോന്നൊരു സൗണ്ട് കേട്ട്, ബോംബ് പൊട്ടുന്ന പോലെ. സംഗതി ഞാൻ മേടിച്ച ടയറൊക്കെ പൊട്ടാം, അതൊന്നും അല്ല. സംഗതി എന്ന് പറഞ്ഞാൽ 2 ബാറ്ററി ഒരു ബാറ്ററി അങ്ങ് പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ കമ്പനിക്ക് ഫോട്ടോ എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു. ബാറ്ററി പൊട്ടിത്തെറിച്ചു, ഞാൻ കമ്പനിയുടെ ഫ്രണ്ട് ഗേറ്റിൽ കിടപ്പുണ്ട്, ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞു. പിന്നെ പ്രൊസീജിയറുകൾ ഭയങ്കരമാണ്. ഞങ്ങൾക്ക് ഓൾറെഡി കമ്പനി പാസ് അടിച്ചിരുന്നു. പിന്നെ കമ്പനി അവരുടെ ഈ വലിയൊരു കമ്പനിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ടൈറ്റാനിയൊക്കെ പോലെ വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി അവരുടെ ഫയർ വർക്കറെ വിളിച്ച് അവർക്കുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വന്നു, കെമിക്കൽ ഇട്ടു. അതിൽ നിന്ന് തീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനോ ബാറ്ററിയുടെ വെള്ളം കൊണ്ട് കൈ പൊള്ളാതിരിക്കാനോ ഒക്കെ അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കെമിക്കലുകളൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് അവർ ഫ്രണ്ടിലും ബാക്കിലും ഇതൊക്കെ വെച്ച് വണ്ടിക്ക് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ വണ്ടിയാണെന്ന് ദൂരെ നിന്ന് മനസ്സിലാവാനുള്ള അടയാളങ്ങളും കുറ്റികളും ഒക്കെ വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ കമ്പനി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റിങ്ങാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം കമ്പനിയുടെ ഫ്രണ്ട് കാണിക്കുക, ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തന്നെ കാണിക്കാം. അപ്പം ഞാൻ കിടക്കുന്ന പൊസിഷൻ, എന്നിട്ട് ബാറ്ററിയുടെ പൊസിഷനും കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഈ കാണുന്നുണ്ടോ, കമ്പനിയുടെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിതാ ഈ വണ്ടിക്കകത്തിരിപ്പുണ്ട്. വണ്ടിയുടെ റൈറ്റ് സൈഡിലെ സീറ്റാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഡ്രൈവർ സൈഡിലെ മിറർ ഒന്ന് നോക്കൂ, കണ്ടോ. ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. എൻ്റെ മുമ്പിൽ വണ്ടിക്ക് ഗേറ്റിൽ കയറാൻ വേറൊരു വണ്ടിയും കിടപ്പുണ്ട്, കണ്ടോ, അവർ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഡോറ് തുറന്നിറങ്ങി നിങ്ങളെ കാണിച്ചു തരാം. രാവിലെ നമുക്ക് കിട്ടുന്ന പണികളെ, ട്രക്ക് ഡ്രൈവർ എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നാൽ മതി, ഈസിയായിട്ട് ഓടിക്കാമെന്ന് വിചാരിക്കും. താണ്ടോ ഈ കാണുന്ന വെള്ളപ്പൊടി എന്ന് പറഞ്ഞാൽ വെള്ളം വീണ് മൊത്തം ഇത് ഫയർ ന്യൂട്രലൈസ് ചെയ്യാൻ അവിടെ ഇട്ടിരിക്കുന്നതാണ്, കെമിക്കൽ ന്യൂട്രലൈസ് ചെയ്താൽ. ഈ ഇടത്തെ സൈഡിൽ ഈ ബാറ്ററിയാണ് കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ കവർ ഫുൾ ബസ്റ്റായി പോയി, ബാറ്ററി ഹീറ്റായി പൊട്ടിത്തെറി. പുത്തൻ ബാറ്ററി എന്നൊക്കെ സർവീസ് ചെയ്തതായിരിക്കും മിക്കത്. 15/11/2023 ഡേറ്റ കാണിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ 2 മാസം 2.5 മാസമൊക്കെ ആയിട്ടുള്ളതാ. എല്ലാം ഇങ്ങനെ കെമിക്കലിട്ട് ന്യൂട്രലൈസ് ചെയ്ത് അതിൻ്റെ അടിയിൽ കെമിക്കൽ വേറെ കയറ്റി വെച്ച് ഒരു ട്രെയിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. എന്താ വണ്ടിയുടെ ബാക്കിലോട്ട് നടക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ട്രക്ക് ഡ്രൈവർ ഈ ട്രക്ക് ഡ്രൈവർ എന്താണ്, എങ്ങനെയാണിത് പറ്റുന്നത്? ഞാൻ ഒരു കമ്പനിയുടെ എൻട്രൻസ്, എനിക്കുള്ളൊരു ദൈവാധീനം അല്ലെ കാരണവന്മാരെ ഗുരുത്വം കൊണ്ട് റോഡിൽ പൊട്ടിയില്ല. കമ്പനിയുടെ പാർക്കിങ് കഴിഞ്ഞ് LKW ട്രക്ക് കയറുന്ന ഇതിൽ 3 ഗേറ്റുണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഉള്ള ഗേറ്റിൽ ഞാൻ ഇട്ട്, ഭാഗ്യം പോലെ എനിക്ക് തോന്നി. അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞ ആഴ്ച ഓടിച്ച ട്രക്കും അല്ല, ഇത് വേറെ ട്രക്കാണ്. ഇതാ ഇങ്ങനെ ഇപ്പുറ സൈഡിൽ വെള്ളം വീണുകൊണ്ട് അവർ ഇപ്പുറ സൈഡിൽ കൂടെയും കെമിക്കൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥകളാണേ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മൾ വിഷമിക്കും. ഭാഷയും കൂടെ അറിയില്ല, പറഞ്ഞ് മനസ്സിലാക്കാനും കൂടെ പറ്റില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ എനിക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവർ പരിചയമുള്ളതുകൊണ്ട് എന്തോ പറ്റിയെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ വണ്ടിക്ക് ഇന്നതാ പറ്റിയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇതൊന്നും അറിഞ്ഞൂടാത്തവ എന്ത് ചെയ്യും? അതാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതാ. ഈ കിടക്കുന്ന കണ്ടീഷനാണ്. എനിക്ക് ഇതിനകത്ത് കയറി ഇരിക്കാം. കമ്പനി ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി ഒരു വണ്ടി സർവീസിന് പറഞ്ഞിട്ടുണ്ട്. സർവീസ് ഒരു 45 മിനിറ്റ് വരുമെന്നൊക്കെ. സർവീസൊന്നും 180-195 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഞങ്ങളുടെ കമ്പനി സർവീസ് വരത്തില്ല. ഇതിപ്പം മെഴ്സിഡസ് ബെൻസിനെ വിളിച്ച് പറയും. മെഴ്സിഡസ് ബെൻസിൻ്റെ ഇവിടുത്തെ ഫ്രാഞ്ചൈസി ആരാന്ന് വെച്ചാൽ അവർ വരും, വന്നിട്ട് ബാറ്ററി മാറി വയ്ക്കും. മുമ്പൊരിക്കൽ ഇതേപോലെ ബാറ്ററി ഡൗൺ ആയിപ്പോയപ്പോൾ നമുക്ക് ഇതേപോലൊരു സംഗതിയാണ് കണ്ടോ, മറ്റേ ട്രക്ക് കയറിപ്പോയി. ഈ 3 ഗേറ്റുള്ളത് വലത്തെ ഗേറ്റിലായി ഞാൻ. അതൊരു ഭാഗ്യമായി, നടക്കുന്നതാണെങ്കിൽ അത് പെട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും.
ഡ്രൈവിങ്ങിൽ ഇപ്പോൾ എല്ലാവരും ട്രക്ക് ഡ്രൈവറാണ്. ഞാൻ ഇന്നലെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈസൻസ് കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് പണിക്കാണ് വരുന്നത്? ആ പണിയുടെ പരിചയം ഇല്ലെങ്കിൽ സുഹൃത്തെ നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഇത് ഇട്ടതാണ്. നമുക്കൊരു കമ്പനിയുടെ പേരോ കാര്യങ്ങളൊന്നും കാണിക്കാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗേറ്റ് കാണിച്ച് പെട്ടെന്ന് ഈ സംഗതി മതിയാക്കിയതേ.